ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരുൺ എന്നാണ്, അരുൺ മോഹൻ. ഫിസിക്സ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിസിക്സ് കൈകാര്യം ചെയ്തു. ഓക്കെ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റായ +1 ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഡയമെൻഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഡയമെൻഷൻ ജനറലി നമ്മൾ ഡയമെൻഷൻ എന്ന് മാത്രം പറഞ്ഞാൽ എന്താ ചിന്തിക്കുന്നത്? ഡയമെൻഷൻ എന്ന് മാത്രം പറഞ്ഞാൽ സൈസ്, ഷേപ്പ്, ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു അവെയർനെസ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതിൻ്റെ ഡയമെൻഷൻ അനുസരിച്ച് അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ക്വാണ്ടിറ്റീസിനെ നമുക്കറിയാം, ഫിസിക്സിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ലെങ്ത്, മാസ് ആൻഡ് ടൈം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ലെങ്ത്, മാസ് ആൻഡ് ടൈം. സോ all the derived quantities are derived from these fundamental quantities. Okay, എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, എന്താ പറയുക, അതിൻ്റെ ബേസ് അന്വേഷിച്ച് പോയാൽ ഇവിടെ പോയി നിൽക്കും എന്ന് പറഞ്ഞ പോലെ, ഏതൊരു ക്വാണ്ടിറ്റിയുടെയും ബേസ് അന്വേഷിച്ച് പോയാൽ അവസാനം ഇവിടെ പോയി നിൽക്കും? ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ വന്ന് നിൽക്കും. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ലെങ്ത്, മാസ് ആൻഡ് ടൈം. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ് +1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഈ ചാപ്റ്ററിനകത്ത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ഇപ്പോൾ ഇത് സാധാരണ യൂസ് ചെയ്യാറില്ല. വെലോസിറ്റി, ഒരു ക്വാണ്ടിറ്റി വെലോസിറ്റി നമ്മൾ V എന്ന ലെറ്റർ അങ്ങ് എഴുതും. ഓക്കെ, ആക്സിലറേഷൻ A, ഫോഴ്സ് F, പ്രഷർ P, അങ്ങനെയൊക്കെ പറയാം. ഇവിടെ എന്നാൽ ഫോഴ്സിനെ നമുക്ക് ലെങ്ത്, മാസ് അല്ലെങ്കിൽ ടൈം ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ടേക്കിംഗ് ദ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഓർ ടേക്കിംഗ് ദ ഡയമെൻഷൻ ഓഫ് പ്രഷർ, വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഈസിലി ഇൻ ടു മാസ്, ലെങ്ത് ആൻഡ് ടൈം. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ലെങ്ത്, മാസ്, ടൈം എന്നുള്ളതിൻ്റെ ബേസിൽ നമുക്ക് 3 സിസ്റ്റം പരമ്പരാഗതമായി നമ്മൾ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു 3 സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ എടുക്കുന്നതിലേക്ക് നമുക്ക് തിരിയാം. ഓക്കെ, അപ്പോൾ ഈ 3 സിസ്റ്റം, അതിലെ ഫസ്റ്റ് വൺ, ഏറ്റവും ഓൾഡസ്റ്റ് വൺ സിസ്റ്റം FPS എന്നറിയപ്പെടും. FPS സിസ്റ്റം. ഓക്കെ, F ഫോർ ഫുട്ട്, അടി എന്ന് പറയാറില്ലേ, 6 അടി പൊക്കം എന്നൊക്കെ പറയാറില്ലേ, ഫുട്ട്. ഓക്കെ, P എന്താണ്? മാസ്. P എന്ന് പറയുന്ന യൂണിറ്റിൽ പറയുന്നു. ഇപ്പോൾ ലെങ്ത് Fൽ സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിറ്റ് അതാണ് ഫൂട്ട്. ഓക്കെ, അതുപോലെ മാസ് Pയിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു യൂണിറ്റ് മാസിൻ്റെ എന്താണ്? എനിക്ക് പറയാം, നിങ്ങൾക്ക് പറയാം, പറയാന്നുള്ളേ ഉള്ളൂ. പഴയ ഇപ്പോഴും അതിൽ നമ്മൾ പറയാറുണ്ട്, മാസ് ഇത്ര പൗണ്ട്. ഓക്കെ, പൗണ്ട്. സോ ഫുട്ട്, പൗണ്ട്, സെക്കൻഡ്സ് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ടൈമിൻ്റെ യൂണിറ്റ് എസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിറ്റ് സെക്കൻഡ്സ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു സിസ്റ്റം പറയാം. FPS പോലെ CGS. C for സെൻറ്റിമീറ്റർ, G gram, S സെക്കൻഡ്സ്. ഓക്കെ, ക്ലിയർ ആയോ? FPS ഫുട്ട്, പൗണ്ട്, സെക്കൻഡ്സ് സിസ്റ്റം. CGS സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്സ് സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ അടുത്ത സിസ്റ്റം സിമ്പിളാണ്. ഇത് കേട്ടിരിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കും, പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അടുത്ത് എന്തായിരിക്കാം. സെൻറ്റിമീറ്റർ ഫോർ ലെങ്ത് കഴിഞ്ഞു. ഇനി മീറ്റർ
another unit for length, right? Meter, kilogram, seconds. MKS system. Meter, kilogram, seconds system. അപ്പോൾ 3 സിസ്റ്റം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. FPS, CGS ആൻഡ് MKS. സാധാരണ നമ്മൾ ലെങ്ത് പറയാറുള്ളത് മീറ്ററിലല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് സെൻറ്റിമീറ്ററിലാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് മീറ്ററിലോട്ടാക്കും. ശരിയല്ലേ? മില്ലിമീറ്റർ ആണെങ്കിലും കൺവേർട്ട് ചെയ്ത് മീറ്ററിലോട്ടാക്കും. ഇനി ഗ്രാമിലാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് കിലോഗ്രാമിലാക്കും. ഓക്കെ, ഈ കൺവേർഷൻ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫണ്ടമെൻ്റൽ യൂണിറ്റിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫണ്ടമെൻ്റൽ യൂണിറ്റിലേക്ക്. ഇനി യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയ യൂണിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ എന്താ പറയുക, തിരുവനന്തപുരത്ത് ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട് തൃശ്ശൂരുമായിട്ട്, അതിന് കോട്ടയമായിട്ട് വ്യത്യാസമുണ്ട്, പത്തനംതിട്ടയായിട്ട് വ്യത്യാസമുണ്ട്, മലപ്പുറമായിട്ട് വ്യത്യാസമുണ്ട്. അത് ഈ ഭാഷയിൽ തന്നെ ഇങ്ങനെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതുപോലെ യൂണിറ്റ്സിൽ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയ ഒരു സിസ്റ്റമുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? ഇപ്പോൾ ഇംഗ്ലീഷ് ഏത് രാജ്യത്ത് ചെന്നാലും ഇംഗ്ലീഷ് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയ ലാംഗ്വേജ് ആണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സിനും യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. ഇതേപോലെ ആ ഒരു സിസ്റ്റം ഉണ്ട്, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സിസ്റ്റം. അതിനൊരു പേര് വിളിക്കും SI സിസ്റ്റം. സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ്സ്. ഓക്കെ, സിസ്റ്റം international units or SI unit. SI unit of length is meter. Okay, SI unit of mass is kilogram and SI unit of time is second. So MKS system is closely related with the, we get by measuring dimension of displacement. Firstly, measuring displacement. What is displacement? Displacement എന്ന് പറഞ്ഞാൽ എന്താ? The shortest distance covered by the particle, right? Shortest distance covered by the particle. എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ ഏറ്റവും ചെറിയ ദൂരത്തിൽ പോവാം. ഏറ്റവും ചെറിയ ദൂരം ഇന്നതിലേ പോകുമ്പോഴാണ്. അപ്പോൾ അതിന് കൃത്യമായ ഡയറക്ഷൻ ഉണ്ട്. ഇതിലേ പോയാൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കുറഞ്ഞ ദൂരം കവർ ചെയ്തിട്ട് എനിക്ക് വീട്ടിൽ ചെല്ലാം എന്നുണ്ടെങ്കിൽ ആ ദൂരത്തെ എന്ത് വിളിക്കാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി പാർട്ടിക്കിൾ. നൗ ലിസൺ. Here R is equal to 2 cm എന്നിരിക്കട്ടെ. R is equal to 2 cm. A എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ഞാൻ യാത്ര ആരംഭിച്ചു. എങ്ങനെ വന്നിട്ട് Dയിൽ വന്നു. Now distance covered is pi r. സെമി സർക്കിൾ ആയിരുന്നു. ഓക്കെ, ഡിസ്റ്റൻസ് pi r 3.14 into 2. അവിടെ കിട്ടുന്ന ആൻസർ എന്താണോ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? That much meters distance ആണ്. Now what is displacement? Shortest distance. A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B എന്ന് പറയുന്ന പോയിന്റിലേക്ക് എനിക്ക് ചെല്ലണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ദൂരം ഇതാ. ശരിയല്ലേ? അതെന്താണ്? 2r or diameter of the circle, right? 2r. 2 into 2. 4 centimeter. Here the answer is 6.28 centimeter. Okay, right? 6.28 centimeter. This is 4 centimeter. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ദൂരം 4. അതിന് താഴെ ഒരു ഓപ്ഷൻ ഇല്ല. മനസ്സിലായോ? ഏറ്റവും കുറഞ്ഞ ദൂരം 4. അതുകൊണ്ട് എന്ത് പറയാം? By definition, we can say easily the shortest distance covered by the particle is called the displacement of the particle. Okay. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി? ക്വാണ്ടിറ്റി സർവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് ഇന്നതിലേ പോയാൽ എന്ന് നമ്മൾ എടുത്തു പറഞ്ഞു. കാര്യം എയിൽ നിന്ന് ബിയിൽ ചെല്ലാൻ ഇതിലെ തന്നെ പോകണം, കൃത്യമായ ഡയറക്ഷൻ. ഡിസ്റ്റൻസ് വേണം, അങ്ങനെയില്ല. ഞാൻ പറഞ്ഞല്ലോ, എ എന്ന് പറയുന്ന പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റ് ഇതിലേക്ക് വേണമെങ്കിൽ കയറി ബി വരാം. ഓക്കെ, എന്നാൽ ഏറ്റവും കുറഞ്ഞ ദൂരം ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഡിസ്റ്റൻസിലേക്കും ഡിസ്പ്ലേസ്മെന്റിലേക്കും ഒന്ന് ഓടിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ നോക്കിയാൽ ഡിസ്പ്ലേസ്മെന്റ് ലെങ്ത് ആണല്ലോ, ശരിയല്ലേ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് ആയാലും ഡിസ്പ്ലേസ്മെന്റ് ആയാലും എല്ലാം മെഷർ ചെയ്യുന്നത് മീറ്ററിലാണല്ലോ, അല്ലേ? ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് പറയുന്നത്, SI യൂണിറ്റ് മീറ്റർ, അതിലാണല്ലോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ ഇങ്ങനെ എഴുതാം. L ഡയമെൻഷൻ എഴുതിയ സ്ക്വയർ ബ്രാക്കറ്റ് സാധാരണ റെപ്രസെന്റ് ചെയ്തിടാറുണ്ട്. Now L ക്ലിയർ ആണല്ലോ. Then what is velocity? It's a derived quantity, velocity.
What are fundamental quantities? Length, mass and time. All the other quantities are derived quantities. Okay. Now a derived quantity velocity. We are trying to write the dimension of the velocity as equation is displacement by time. Okay. Velocity is equal to displacement by time. So we can write L by T or L T മേലെ പോകുമ്പോൾ എന്താവും? ഇത് T raised to 1 അല്ലേ? മേലെ പോകുമ്പോൾ T raised to -1. Now dimension for velocity is L T raised to -1. Okay. Next quantity acceleration. Acceleration. Dimension for acceleration. Equation for acceleration is change in velocity by time or velocity by time. ഇപ്പോൾ അത്ര മാത്രം മനസ്സിലാക്കുക. Velocity by time ആണ് acceleration. Dimension for velocity എന്തായിരുന്നു? L T raised to -1. So L T raised to -1 divided by T. Okay. Here also T raised to 1. L T raised to -1. താഴത്തെ T raised to 1 മേലെ പോകുമ്പോൾ വീണ്ടും എന്തായി? T raised to -1. What is A raised to M into A raised to M? A raised to M plus N. Now it becomes L T raised to -1 plus -1 is -2. Okay. So the dimension of acceleration is L T raised to -2. നോക്കൂ, L fundamental quantity അല്ലേ, T fundamental quantity അല്ലേ. അപ്പോൾ ഒരു derived quantity fundamental ആയി മാറി. കണ്ടോ? Now force, another one. Force. Equation for force is ma. Yeah, mass into acceleration. Here mass is a fundamental quantity m. Okay, dimension for mass is capital M, right? Dimension of acceleration is L T raised to -2. So we can write the dimension of force as m L T raised to -2. Okay, m L T raised to -2. Okay. ഇനി നമുക്ക് ഈസി ആയിട്ട് മൊമെന്റം, പ്രഷർ ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റി ഒക്കെ നോക്കാം. Now next is momentum. This equation for momentum. ഒരു ക്വാണ്ടിറ്റി പറയുന്ന സമയത്ത് മൊമെന്റം പേരിനകത്ത് മൊമെന്റം P is equal to equation is P is equal to mv, that is mass into velocity. Okay, mass into velocity. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ക്വാണ്ടിറ്റി എന്താണെന്നും കൂടി ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. മൊമെന്റം ഇത് മാത്രം കേട്ട് കഴിഞ്ഞാൽ എന്താ മൊമെന്റം? ഇപ്പം ഒരു ഹെവി മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ചെറിയ വെലോസിറ്റിയിലായാലും ട്രാവൽ ചെയ്താൽ അതൊന്ന് തട്ടിയാൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും അല്ലേ? ആ ഇമ്പാക്റ്റിനെ നിങ്ങൾ മൊമെന്റം എന്ന് വിളിച്ചു. ഓക്കെ, അതിന്റെ ഫിസിക്കൽ മീനിങ് ആണ്, ഫിസിക്കൽ എക്സ്പ്ലനേഷൻ. നൗ ദിസ് ഒരു ട്രെയിൻ മൂവ് ചെയ്ത് വരുന്നു, വളരെ കുറഞ്ഞ വെലോസിറ്റിയിലാണ് വരുന്നതിരിക്കട്ടെ, അത് പ്രശ്നമല്ല. വളരെ കുറഞ്ഞ വെലോസിറ്റിയിൽ ട്രെയിൻ വന്ന് തട്ടി, അയ്യോ സ്പീഡ് വളരെ കുറവായിരുന്നു, അതുകൊണ്ടൊന്നും പറ്റിയില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല. മാസ് കൂടുതലായതുകൊണ്ട് മൊമെന്റം കൂടുതലായ കാര്യം. മൊമെന്റം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റിയാ. വെലോസിറ്റി എത്ര ചെറുതായിക്കോട്ടെ, മാസ് വളരെ കൂടുതലായതുകൊണ്ട് ഇമ്പാക്ട് വളരെ കൂടുതലായിരുന്നു. ഒരു ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. ബുള്ളറ്റ് ഇങ്ങനെ എടുത്ത് എറിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ എന്താ, അതിന്റെ വെലോസിറ്റി വളരെ കുറവായി അല്ലേ? ഏതാണ്ട് 150 മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ ലാർജസ്റ്റ് വെലോസിറ്റി ഒരു എന്താ പറയുക, ഒരു ബുള്ളറ്റ് വന്ന് ഒരാളുടെ ശരീരത്തിലേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ സ്പോട്ട് ചെയ്ത് ശരിയല്ലേ? അപ്പോൾ പറഞ്ഞു വന്നത് അത്രയ്ക്ക് ലാർജ് വെലോസിറ്റി നമ്മൾ മസിൽ വെലോസിറ്റി എന്ന് വിളിക്കാറുണ്ട്. ബുള്ളറ്റിന്റെ വെലോസിറ്റി എന്ന് പറയും മസിൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. അത് അത്ര ലാർജ് ആയതുകൊണ്ട് മാസ് അല്പം കുറവായാൽ പോലും മൊമെന്റം വളരെ കൂടുതലായിരുന്നു. രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഒന്ന്, മാസ് വളരെ കൂടിയ ട്രെയിൻ കുറഞ്ഞ വെലോസിറ്റിയിൽ വന്ന് തട്ടിയാലും ഇമ്പാക്ട് വളരെ കൂടുതലായിരിക്കും. മാസ് വളരെ കുറഞ്ഞ ബുള്ളറ്റ് ഹൈയസ്റ്റ് വെലോസിറ്റിയിൽ വന്ന് ശരീരത്തിലേക്ക് വന്ന് കയറിയാലും അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതായിരിക്കും. കാര്യം എന്തുകൊണ്ടാ? രണ്ട് കേസിലും മൊമെന്റം വളരെ കൂടുതലായതുകൊണ്ട്, ഓർ ചേഞ്ച് ഇൻ മൊമെന്റം വളരെ കൂടുതലായതുകൊണ്ട്. ചേഞ്ച് ഇൻ മൊമെന്റവും ഫോഴ്സും തമ്മിൽ റിലേഷൻ ഒക്കെ ഉണ്ട്. അത് ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് ഫോഴ്സ് എന്നുള്ള ചാപ്റ്ററിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് മൊമെന്റം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ്. ഇനി മൊമെന്റത്തിന്റെ ഡയമെൻഷൻ നമുക്കൊന്ന് നോക്കാം.
ഡയമെൻഷൻ ഫോർ വെലോസിറ്റി നേരത്തെ നമ്മൾ ചെക്ക് ചെയ്ത് വെച്ചതാ. എന്തായിരുന്നു ഡയമെൻഷൻ ഫോർ വെലോസിറ്റി? L t raised to minus 1. Now this is M L t raised to minus 1. Okay. Dimension for mass is capital M. For velocity is L t raised to minus 1. Hence, dimension for momentum is M L t raised to minus 1. Okay. I think now it is clear. Right? Next, another one. Impulse. Impulse. What is impulse? Impulse is the effect of largest force acting for very small time interval. വളരെ കുറഞ്ഞ ടൈം ഇന്റർവെല്ലിൽ ലാർജ് ഫോഴ്സ് ആക്ട് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എ ഫാസ്റ്റ് മൂവിങ് ക്രിക്കറ്റ് ബോൾ ഹിറ്റിംഗ് എ ഫാസ്റ്റ് മൂവിങ് ക്രിക്കറ്റ് ബോൾ വിത്ത് എ ബാറ്റ്. മനസ്സിലായോ? ഇമ്പൾസീവ് ഫോഴ്സാ, ലാർജസ്റ്റ് ഫോഴ്സാ. വളരെ കുറഞ്ഞ സമയം, 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് സമയം എടുത്തിട്ട് ടേടി അടിക്കും. ഇത്ര ലാർജസ്റ്റ് ഫോഴ്സ് ഒരു ഫീൽഡിന്റെ കയ്യിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹം ക്യാച്ചിങ് ടൈം കൂട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൈക്ക് വേദന എടുക്കും. കാര്യം ഇമ്പാക്ട് വളരെ കൂടുതലാണ്. അപ്പൊ ടൈം ഇന്റർവെൽ കൂട്ടിയാൽ ഇമ്പൾസീവ് ഫോഴ്സിന്റെ ഇഫക്റ്റ് കുറയ്ക്കാം. അപ്പൊ ആ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇഫക്റ്റ് ആണ് അല്ലെ. ഇമ്പൾസ് എന്ന് പറയുന്നത് ഒരു ഇഫക്റ്റ് ആണ്. ഓക്കെ, ആ ഇഫക്റ്റിനെ കുറിച്ച് ചെക്ക് ചെയ്താൽ നോക്കൂ, ഇതിന് ഡയമെൻഷൻ എഴുതുമ്പോൾ ആ ഇഫക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് കിട്ടും. അത് നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആണ്. ഇമ്പൾസിന്റെ ഇക്വേഷൻ എഫ് ഡി ടി ആണ്. ഓക്കെ, എഫ് ഡി ടി ഐ ഇസ് ഈക്വൽ ടു എഫ് ഡി ടി. എഫ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഫോഴ്സ്, ഡി ടി ഇസ് ദ സ്മോളസ്റ്റ് ടൈം ഇന്റർവൽ. ഓക്കെ, നൗ വി ആർ ട്രൈയിങ് ടു റൈറ്റ് ദി ഡയമെൻഷൻ ml t raised to minus 2 force into t. Maybe large or small, dimension is same. Time കൂടുതലായിക്കോട്ടെ കുറവായിക്കൊള്ളട്ടെ, ഡയമെൻഷൻ t തന്നെ. ഓക്കെ, ml t raised to minus 2 into t. That is ml t raised to minus 1. This is 1. Okay, minus 2 plus 1 is minus 1. ml t raised to minus 1. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ? എവിടെയോ? തൊട്ട് മുകളിൽ തന്നെ, അധികം ദൂരെയൊന്നും പോണ്ട. ml t raised to minus 1. മുകളിലും ml t raised to minus 1. മൊമെന്റത്തിന്റെ ഡയമെൻഷനും ഇമ്പൾസിന്റെ ഡയമെൻഷനും ഒന്ന് തന്നെയാണ്. ഡയമെൻഷന്റെ ഒരു വലിയ പോരായ്മയിൽ പെടുന്നൊരു കാര്യമാണ്. 2 or more quantities having same dimension. രണ്ടോ അതിലധികമോ ക്വാണ്ടിറ്റിക്ക് ഒരേ ഡയമെൻഷൻ ഉണ്ടാവാം. അത്തരത്തിലുള്ള 1-2 ക്വാണ്ടിറ്റി കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ മൊമെന്റവും ഇമ്പൾസും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരേ ഡയമെൻഷനിലുള്ള ക്വാണ്ടിറ്റീസ് തമ്മിൽ റിലേഷൻ ഉണ്ട് എല്ലായ്പ്പോഴും. ചേഞ്ച് ഇൻ മൊമെന്റം തന്നെയാണ് ഇമ്പൾസ്. അതിനെ നമ്മൾ ഇമ്പൾസ് മൊമെന്റം തിയറം എന്നൊക്കെ വിളിക്കും. അതും വരാൻ പോകുന്ന ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ ആണോ? മൊമെന്റം ml t raised to minus 1 ഡയമെൻഷൻ, ഇമ്പൾസ് സെയിം ഡയമെൻഷൻ, പക്ഷേ ഡിഫറെന്റ് ഇക്വേഷൻ അല്ലേ. രണ്ടിലും അപ്ലൈ ചെയ്ത് അവസാനം കിട്ടിയ ഡയമെൻഷൻ സെയിം ആണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വാണ്ടിറ്റിയിലേക്ക് പോവാം. പ്രഷർ. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഫോഴ്സ് ബൈ ഏരിയ. നോക്കാം, ഫോഴ്സിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, ഏരിയയും അറിയാം. ഏരിയയുടെ ഇക്വേഷൻ അറിയാൻ ഡയമെൻഷൻ എഴുതി നോക്കാം. ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. ഇവിടെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ഒന്നുമില്ല. മെഷർ ചെയ്യുന്നത് മീറ്ററിലാണോ, അതിന്റെ ഡയമെൻഷൻ L ആണ്. അപ്പം L ഇൻടു ബി, L സ്ക്വയർ. ശരിയാണോ? ഡയമെൻഷൻ ഫോർ ഏരിയ ഈസ് L സ്ക്വയർ. അങ്ങനെയാണ് ഡയമെൻഷൻ ഫോർ വോളിയം എന്തായിരിക്കും? പറയാതെ തന്നെ പറയാം, ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ഇൻടു ഹൈറ്റ്. മൂന്നും മെഷർ ചെയ്യുന്നത് മീറ്ററിൽ തന്നെയാണല്ലോ. സോ ഡയമെൻഷൻ ഈസ് L ഇൻടു L ഇൻടു L. എന്താ? L ഇൻടു L ഇൻടു L, L ക്യൂബ്. സോ ഡയമെൻഷൻ ഫോർ വോളിയം ഈസ് L ക്യൂബ്. ഹിയർ ഏരിയ. Now equation for pressure is force divided by area. Dimension for force is, so dimension for pressure, ഓരോന്നിന്റെ ഡയമെൻഷൻ അപ്ലൈ ചെയ്യുന്നു. Dimension of force is ml t raised to minus 2 divided by area L square. Okay, എന്ത് കിട്ടി? m. ഇപ്പൊ L raised to 1 അല്ലേ താഴെ കിടക്കുന്നത്, അത് മുകളിൽ പോകുമ്പോൾ എന്താവും? L raised to minus 1, J raised to minus 2. കണ്ടോ? അപ്പോൾ ഡയമെൻഷൻ ഫോർ പ്രഷർ ഈസ് m L raised to minus 1, T raised to minus 2. വ്യക്തമാണോ? ഓക്കെ, എങ്കിൽ ഇനി നമുക്ക് വർക്കിന്റെ കൈനറ്റിക് എനർജിയുടെ
പൊട്ടൻഷ്യൽ എനർജിയുടെ മൂന്നിൻ്റെയും കൂടി ഒന്ന് എഴുതാം. അത് കൃത്യമായ കാര്യമുണ്ട്. അത് തന്നെ എന്തിന് സെലക്ട് ചെയ്തു എന്നുള്ളതിൽ അത് ഡയമെൻഷൻ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എന്തിനാണ് ഈ മൂന്നെണ്ണം തന്നെ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. നോക്കൂ, വർക്ക്. ഇക്വേഷൻ ഫോർ വർക്ക് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിൽ ജോലിയായി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ PSC അത് കിട്ടിയൊന്നുമല്ല. ജോലിയായി എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്തിരിക്കണം. റെസ്റ്റിലായിരിക്കുന്ന ഒബ്ജക്റ്റിൽ വർക്ക് ഒന്നുമില്ല എന്നാണ് ഫിസിക്സിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഫിസിക്സിൽ വർക്കിന്റെ ഡെഫിനിഷൻ. സോ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അതും അടുത്ത ചാപ്റ്റർ വരുമ്പോൾ ഈ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം പിന്നീട് പഠിക്കും. തൽക്കാലം പ്രോഡക്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇക്വേഷൻ കൈ കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഡയമെൻഷൻ എഴുതാൻ. കാര്യം ഇതിന്റെ രണ്ടിന്റെ ഡയമെൻഷൻ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഡയമെൻഷൻ ഫോർ വർക്ക്, ഫോഴ്സിന്റെ ഡയമെൻഷൻ mL(T⁻²) into dimension for displacement is L. Now mL²T⁻². കണ്ടോ, this is the dimension for work, mL²T⁻². ഓക്കെ, കൈനറ്റിക് എനർജി ഇതേപോലെ ചെയ്യാൻ നോക്കാം. കൈനറ്റിക് എനർജി ഹാഫ് mv². ഹാഫ് ആയാലും 5 ആയാലും 10 ആയാലും നമ്പേഴ്സിനൊന്നും ഡയമെൻഷൻ ഇല്ല. അപ്പൊ അത് നോക്കണ്ട. ഏതാ കൈനറ്റിക് എനർജി മൊത്തത്തിലേ നോക്കണ്ടെന്നല്ല, ഈ ഹാഫിനെ നോക്കണ്ട. ഒരു mv² മാത്രം നോക്കിയാൽ എന്ത് കിട്ടും? ഡയമെൻഷൻ എടുക്കുമ്പോൾ എന്ത് കിട്ടും? m, വെലോസിറ്റിയുടെ സ്ക്വയർ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം L(T⁻⁻1). അതിന്റെ സ്ക്വയർ എന്ത് കിട്ടി? mL². ഇത് 1 അല്ലേ? 1 × 2 2, -1 × 2 -2, mL²T⁻². കണ്ടോ, വർക്കിന്റെ സെയിം ഡയമെൻഷൻ തന്നെയല്ലേ കൈനറ്റിക് എനർജിയുടെ? വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് ദി എനർജി എന്നല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി മൂവ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്ത് കൈനറ്റിക് എനർജി ആവും. ഇതല്ലേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. കണ്ടോ, നമ്മൾ ഒരു ടോപ്പിക്ക് പറഞ്ഞ് അതിൽ നിന്ന് ഇങ്ങനെ ഫിസിക്സിന്റെ വിവിധങ്ങളായ എന്താ പറയാ തലങ്ങളിലേക്ക്, അടുത്ത എന്താ പറയാ ഇക്വേഷനിലേക്ക്, അടുത്ത തിയറിയിലേക്ക് ഒക്കെ ഇങ്ങനെ പോകുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ആണ്, കണക്റ്റഡ് ആണ്. കൺസർവേഷൻ ലോ ആണ്, കൺസർവേഷൻ ഓഫ് എനർജി. അവിടെ സ്റ്റോർ ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന വെള്ളം, എനർജി അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി, റൈറ്റ്? എനർജി സ്റ്റോർഡ് ഇൻ എ കണ്ടെയ്നർ ഓർ എ റിസർവോയർ. ഇതെല്ലാം എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി ആ ഡാം പൊട്ടിപ്പോയിരിക്കട്ടെ, അതുണ്ടാക്കുന്ന ഇമ്പാക്ട് നമ്മൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അതുണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? അത്രയ്ക്ക് ലാർജ് എനർജി അവിടെ സ്റ്റോർ ചെയ്തിരിക്കുക. ഇനി അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങാം അല്ലേ? മൂവ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രമായിരുന്നു അതിന്റെ എന്താ പറയാ അതിന്റെ ശക്തി, അത് മുഴുവൻ അത് ഫ്ലോ ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനെ നശിപ്പിച്ചല്ലേ പോരത്തുള്ളൂ. അപ്പൊ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ഏത് പാർട്ടിക്കിളിനെയും എനർജിയെ കൈനറ്റിക് എനർജി എന്ന് വിളിക്കാമല്ലോ. അപ്പൊ കൈനറ്റിക് എനർജി ഉള്ള പാർട്ടിക്കിളിന് എന്തുണ്ട്? വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി ഉണ്ടെങ്കിൽ കൈനറ്റിക് എനർജി ഉള്ളൂ. ഓക്കെ, മൊമെന്റം പോലെ തന്നെ മൊമെന്റം ഉണ്ടാകണമെങ്കിൽ വെലോസിറ്റി വേണ്ടേ? മാസ് മാത്രം പോരല്ലോ. എന്ന് പറഞ്ഞതുപോലെ ആ mv² നമ്മൾ ചെക്ക് ചെയ്തു. ഇനി പൊട്ടൻഷ്യൽ എനർജിയും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതേ ഡയമെൻഷൻ തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, എന്താണ് പൊട്ടൻഷ്യൽ എനർജി? mgh. ഇക്വേഷൻ ഈസ് mgh. ഓക്കെ, ആ പോർഷനിലേക്ക് നോക്കിയാൽ U is equal to mgh. Dimension for m, dimension for g is gravity or fully എങ്ങനെ പറയാം? acceleration due to gravity. Okay, acceleration due to gravity. Dimension is same as that of acceleration, L(T⁻²). m L(T⁻²) into അതുപോലെ ഗ്രാവിറ്റി നോക്കൂ. ഗ്രാവിറ്റി കഴിഞ്ഞു, ഹൈറ്റ് L. എന്ത് കിട്ടി? m L into L is L²T⁻². നോക്കിക്കേ, കണ്ടോ? വർക്കിന്റെ ഡയമെൻഷൻ തന്നെ കൈനറ്റിക് എനർജി, അത് തന്നെ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ ഇക്വേഷന്റെ കറക്റ്റ്നെസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡയമെൻഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് എന്ന് നോക്കാം.
ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് ഡയമെൻഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. A is equal to B plus C എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. This equation is dimensionally correct if dimension of A is equal to dimension of B is equal to dimension of C. That is, dimension A equal dimension B equal dimension C. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്. ഓക്കെ, ഡയമെൻഷൻ എ, ഡയമെൻഷൻ ബി, ഡയമെൻഷൻ സി മൂന്ന് ഈക്വൽ ആയ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച് നിർത്തിയിരിക്കുന്ന ടോപ്പിക് ഇല്ലേ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അത് ഡയമെൻഷന്റെ ബേസിൽ ശരിയാണോ എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓർ വർക്ക് ഡൺ is equal to kinetic energy half mv square plus potential energy mgh. ഈ mgh എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണ്. അങ്ങനെ ഒരു ടേം ഉണ്ട്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ ഈ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ mgh എന്ന് കിട്ടുന്നത്, mgh എന്നാണ് കിട്ടുന്നത് അല്ല, അതിന്റെ ഇക്വേഷൻ ഹാഫ് kx സ്ക്വയർ, അത് പിന്നീട് പഠിക്കും. അപ്പൊ ഇത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് mgh. ഓക്കെ, സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ പ്ലസ് mgh എന്നുള്ള ഇക്വേഷൻ, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ശരിയാണോ എന്ന് ഡയമെൻഷന്റെ ബേസിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പറ്റുക? ഡയമെൻഷൻ വർക്ക് ഡൺ ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഹാഫ് mv സ്ക്വയർ പ്ലസ് ഡയമെൻഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ പ്ലസ് അല്ല, സോറി, ഈക്വൽ. ഓക്കെ, ഡയമെൻഷൻ വർക്ക് ഡൺ should be equal to dimension of kinetic energy should be equal to dimension potential energy, then this equation is correct. Okay, clear ആയോ? അത് ശരിയാണല്ലോ. അതിൽ നമുക്ക് നോക്കിയത് വർക്ക് ഡണ്ണിന്റെ ഡയമെൻഷൻ നമ്മൾ നോക്കി, m l സ്ക്വയർ t raised to -2 നമുക്ക് കിട്ടി. കൈനറ്റിക് എനർജി മാത്രമായിട്ട് എടുത്ത് നമ്മൾ നോക്കി, m l സ്ക്വയർ t raised to -2 എന്ന് കിട്ടി. പൊട്ടൻഷ്യൽ എനർജി ഗ്രാവിറ്റേഷണൽ mgh, അതിന്റെയും ഡയമെൻഷൻ എടുത്ത് നോക്കിയപ്പോൾ m l സ്ക്വയർ t raised to -2 എന്ന് കിട്ടി. That is, dimension W is equal to dimension KE is equal to dimension PE. So this equation is correct. So law of conservation of energy dimension ബേസിൽ ശരിയാണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതേപോലെ ഒരു ഇക്വേഷൻ ചെക്ക് ചെയ്യാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ലോവർ ക്ലാസ്സിൽ. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്തൊക്കെയാണ്? V equal U plus AT അല്ലേ? V എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി. U ഇനിഷ്യൽ വെലോസിറ്റി ആണല്ലോ. V equal U plus AT. ആ ഇക്വേഷൻ നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ V equal U plus AT. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആകണമെങ്കിൽ ഡയമെൻഷൻ V should be equal to dimension U equal to dimension AT. റൈറ്റ്? ശരി, നോക്കാം. ഡയമെൻഷൻ V ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന LT raised to -1, dimension U same LT raised to -1 എന്ന് തർക്കമില്ലല്ലോ. Maybe initial or final, dimension remains the same. Okay, AT നോക്കൂ, AT എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ, T ടൈം. ആക്സലറേഷന്റെ ഡയമെൻഷൻ LT raised to -2 into time T or T raised to 1. Now this is LT raised to -1. കണ്ടോ? Dimension V is equal to dimension U is equal to dimension 8. Clear ആയോ? അപ്പോൾ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനും കൂടി ചെക്ക് ചെയ്യാം. S equals എന്താണ്? S equal, S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. S is equal to ut plus half a t square. നോക്കൂ, S is equal to ut plus half a t square. Dimension S, displacement dimension എന്താ? L. ഓക്കെ, ഇനി ഈ രണ്ടിന്റെയും ഡയമെൻഷൻ എടുക്കുമ്പോൾ ഈ L തന്നെ കിട്ടുന്നു നോക്കിയാൽ മതി. ഡയമെൻഷൻ U initial velocity LT raised to -1, okay, into T raised to 1. നോക്കൂ, T raised to -1, T raised to 1 എന്താവും? T raised to 0. What is T raised to 0? 1. ഏതൊരു ക്വാണ്ടിറ്റി raised to 0 എഴുതിയാൽ എന്താ? 1.
അപ്പോൾ ഇതെന്തായി L into 1 അല്ലേ? The answer is L. കണ്ടോ? അപ്പോൾ UT L ആണെന്ന് കിട്ടി ഡയമെൻഷൻ. ഇനി ഇതുപോലെ ഹാഫ് AT² L ആണോ ഒന്ന് ചെക്ക് ചെയ്യാം. ആണെങ്കിൽ this equation is correct. ക്ലിയർ ആണോ? നോക്കൂ, ഹാഫ് AT². ഞാൻ ആദ്യം പറഞ്ഞു ഹാഫിനൊന്നും ഇവിടെ റോളില്ല, നമ്പേഴ്സിനൊന്നും റോളില്ല, AT² മാത്രം കൺസിഡർ ചെയ്യുക. A ആക്സലറേഷൻ, ആക്സലറേഷന്റെ ഡയമെൻഷൻ LT⁻², into T². Yes, dimension for T² is T². നോക്കൂ എന്ത് കിട്ടി? LT⁻² -2 + 2 0 അല്ലേ? വീണ്ടും കിട്ടി L into 1, that is L. നോക്കൂ, ഡയമെൻഷൻ S is equal to dimension UT is equal to dimension half AT². So this equation is correct. എങ്ങനെയാണ് ഇക്വേഷന്റെ കറക്റ്റ്നെസ്? മൂന്നാമത്തെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിക്കൊള്ളുക. ഇത് രണ്ടെണ്ണം പഠിച്ച സ്ഥിതിക്ക് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായിരുന്നു? v² - u² equals 2as. ചെക്ക് ചെയ്യുക. അപ്പോ v²ന്റെ ഡയമെൻഷൻ ആണോ u² എന്ന് നോക്കുക. അത് തന്നെയാണോ 2as എന്ന് ചെക്ക് ചെയ്യുക. 2as 2 നമ്പറാണ് കൺസിഡർ ചെയ്യേണ്ട. as എയുടെ ഡയമെൻഷൻ അറിയാം LT⁻², എസിന്റെ അറിയാം L. സോ L² T⁻² എന്ന് കിട്ടും. v²ന്റെയും u²ന്റെയും as-ന്റെയും ഒക്കെ. അപ്പൊ ആ ഇക്വേഷനും ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഡയമെൻഷനലി ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്ത ഡയമെൻഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ. ഡയമെൻഷന് 3 ആപ്ലിക്കേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. അതിൽ ഒന്ന് ടു കൺവേർട്ട് എ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ടു അനദർ, ഒരു സിസ്റ്റത്തിൽ നിന്ന് അടുത്ത സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. രണ്ടാമത്തേത് ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ. മൂന്നാമത്തേത് ടു ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. സാധാരണ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പിന്നിലൊക്കെ ഡിറൈവ് ചെയ്യാനും, അതേപോലെ തന്നെ വിസ്കസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ F is equal to 6π∗RV എന്നുള്ള ഇക്വേഷൻ ഒക്കെയാണ്. അതൊക്കെ ഡിറൈവ് ചെയ്യാനൊക്കെ പരീക്ഷയ്ക്ക് നിരന്തരമായി ചോദിക്കാറുണ്ട്. വളരെ ശ്രദ്ധിക്കുക. നമുക്ക് എന്താ പറയാ, ഒരു ചെറിയ ഇക്വേഷനിൽ ഡിറൈവ് ചെയ്ത് വന്നിട്ട് അത് മനസ്സിലാക്കി അവിടെ നിന്ന് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ ഓക്കെ, ശ്രദ്ധിക്കണേ. ചെറിയൊരു ഇക്വേഷൻ എന്താ പറയാ, ഇപ്പൊ ഇങ്ങനെയാണ് തരുന്നതിരിക്കട്ടെ. മൊമെന്റം ഡിപ്പെൻഡ്സ് ഓൺ, മൊമെന്റം എന്തൊക്കെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ക്വസ്റ്റ്യനിൽ ഡിപ്പെൻഡ്സിനെ പറയാൻ പറ്റും. ഹൗ ഇറ്റ് ഡിപ്പെൻഡ്സ് പ്രൂവ് ചെയ്യേണ്ടത് നമ്മളാണ്. ഓക്കെ, മൊമെന്റം ഡിപ്പെൻഡ്സ് ഓൺ മാസ് ആൻഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇത്ര എഴുതുക, പി. നമ്മൾ അസ്യൂം ചെയ്യാണ് പ്രപ്പോർഷണൽ. പ്രപ്പോർഷണൽ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ പ്രപ്പോർഷണൽ, ജസ്റ്റ് പ്രപ്പോർഷണൽ എം വി വെലോസിറ്റി. ഇത്രയും ക്വസ്റ്റ്യനിലുണ്ട്. മൊമെന്റം ഡിപ്പെൻഡ്സ് ഓൺ മാസ് ആൻഡ് വെലോസിറ്റി. We have to find out the relation between momentum, mass and velocity എന്നിരിക്കട്ടെ. പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 1 ആണെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, P is equal to K into M raised to X V raised to Y. ഇത് നമ്മൾ അസ്യൂം ചെയ്ത M raised to X V raised to Y എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്ത. K യുടെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ K യുടെ വാല്യൂ ഇതാ 1 കൊടുത്തു. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. Next step, taking dimension on both sides. P യുടെ ഡയമെൻഷൻ അറിയാം, M L T raised to -1. നോക്കൂ, ഈക്വൽ ടു M raised to X L T raised to -1 raised to Y. Okay, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ലെഫ്റ്റ് സൈഡ് M raised to 1 L raised to 1 T raised to -1 equal to M raised to X L raised to Y T raised to -Y, right? Okay, comparing the powers on both sides. രണ്ട് സൈഡിലും പവേഴ്സ് കമ്പയർ ചെയ്യാം. നോക്കൂ, M raised to X M raised to 1, so X is equal to 1.
L raised to y. Here L raised to 1. So y is equal to 1. ഇത് വീണ്ടും ഒരിക്കൽ കൂടി കൺഫേം ആക്കി y is equal to 1 ആണ്. ഓക്കെ, അപ്പോൾ എക്സും കിട്ടി വൈയും കിട്ടി. ഇനി നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷനകത്ത് എക്സും വൈയും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി, ആൻസർ ആയില്ലേ? അത്രയും കാര്യമുള്ളൂ. അപ്പോൾ ഡയമെൻഷൻ എന്ന് പറയുന്ന വലിയൊരു പോർഷനും അതിൻ്റെ ആപ്ലിക്കേഷൻ, ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഫൈനലി പി ഈസ് ഈക്വൽ ടു എം വി പ്രൂവ് ചെയ്തില്ലേ? ഈ സെയിം ബേസിൽ നിങ്ങൾക്ക് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ചെക്ക് ചെയ്യാം. ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഡിപ്പെൻസ് ഓൺ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഈ ക്ലാസ് കണ്ടതിന് ശേഷം. ഓക്കെ, ഞാൻ പറയാം. ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഡിപ്പെൻസ് ഓൺ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഒന്ന് ലെങ്ത് ഓഫ് ദ പെൻഡുലം, നെക്സ്റ്റ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണം. എന്തൊക്കെയാണ്? ലെങ്ത് ഓഫ് ദി പെൻഡുലം ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ടൈം പീരീഡ് ഡിപ്പെൻസ് ഓൺ k is equal to 2π. ഓക്കെ, കെയുടെ വാല്യൂ കിട്ടി 2π. ടൈം പീരീഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ലെങ്ത് ആൻഡ് ഗ്രാവിറ്റി. ഓക്കെ, once again I repeat, time period depends on length and gravity. ഈ പറഞ്ഞ സെയിം ലോജിക്, കെയുടെ വാല്യൂ 2π, ഈ പറഞ്ഞ സെയിം ലോജിക് വെച്ച് ചെക്ക് ചെയ്യാം. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അവസാനം കിട്ടുന്ന ഇക്വേഷൻ ഇതായിരിക്കും, 2π റൂട്ട് ഓഫ് L by G. എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എക്സിന്റെ വാല്യൂ ഹാഫ് എന്ന് കിട്ടും, വൈയുടെ വാല്യൂ -½ എന്ന് കിട്ടും. ഈ പറഞ്ഞ ബേസ് വെച്ചിട്ട് നമ്മൾ തന്നെ ട്രൈ ചെയ്യുക, പ്രൂവ് ചെയ്യുക. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഓടിച്ചെന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ എന്താണെന്ന് പറഞ്ഞു, 3 സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഡയമെൻഷന്റെ 3 ആപ്ലിക്കേഷനിലെ 2 ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. രണ്ടാമത്തത് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ. ലാസ്റ്റ് വൺ ഈസ് ദിസ്, derive an equation using dimension. Okay, thank you.